കൊച്ചി പുറംകടലിൽ മുങ്ങിയ MSC എൽസ-3 കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് കോസ്റ്റൽ പോലീസ്. രക്ഷാദൌത്യത്തിലേർപ്പെട്ട നേവി, കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ. കപ്പലിന്റെ ക്യാപ്റ്റൻ അടക്കം DG ഷിപ്പിംഗിന്റെ നിരീക്ഷണത്തിലാണ്. കമ്പനിക്കെതിരെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസും അയച്ചു. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. നേരത്തെ കപ്പലിനെതിരെ, കപ്പൽ കമ്പനി ഉടമകൾക്കെതിരെ കേസെടുക്കാത്തതൊക്കെ വലിയ വിവാദമായിരുന്നു. അങ്ങനെ 18 ദിവസത്തിന് ശേഷം കേസെടുത്തു. അതിനുശേഷം ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടത്തിനുള്ള ഒരു സഹായധനമൊക്കെ ലഭിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു നഷ്ടപരിഹാരമൊക്കെ കമ്പനിയിൽ നിന്ന് ഈടാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നീക്കങ്ങളിലേക്ക് ഇവിടെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ നിർണായകമായ നീക്കങ്ങൾ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കേസെടുത്ത ശേഷം ഉണ്ടാകുന്നത്, അല്ലേ? ജിൽസി, ഈ അപകടമുണ്ടായി കുറെ കഴിഞ്ഞപ്പോഴാണ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം കോസ്റ്റൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കമ്പനിക്കെതിരെയും ഒപ്പം തന്നെ ഈ ഷിപ്പ് മാനേജർക്കെതിരെയും ഒപ്പം ക്രൂ അംഗങ്ങൾക്കെതിരെയുമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കോസ്റ്റൽ പോലീസ് കപ്പൽ ജീവനക്കാരെ പ്രധാനമായും ചോദ്യം ചെയ്യും. രക്ഷാദൌത്യത്തിനൊപ്പം തന്നെ ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ നേവി, കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും എടുക്കും. അതിനുശേഷമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകട കാരണം അറിയാൻ ഈ MMDയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ആ വിവരങ്ങൾ കൂടി കോസ്റ്റൽ പോലീസ് തേടുകയും ചെയ്യും. എന്തായാലും ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോസ്റ്റൽ AIG പദം സിംഗിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ കേസ് അന്വേഷണം പ്രത്യേകമായും നടക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാനുള്ളത്, ഈ കപ്പൽ അപകടം സംബന്ധിച്ച ഒരു പൊതു താൽപര്യ ഹർജി കൂടി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. നഷ്ടപരിഹാരം നൽകുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികൾ, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിന് ശേഷം ഇതുവരെ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, അക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഇന്ന് കോടതിയിൽ അറിയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അപകടം നടന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ആശങ്ക വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. ഈ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഈ തീരദേശ മേഖലയിൽ ഒപ്പം തന്നെ മത്സ്യമേഖലയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള ഒരു ആശങ്ക മത്സ്യത്തൊഴിലാളികളടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം ആശങ്കകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വൈകിയാണെങ്കിൽ കൂടിയും കേസെടുത്ത് ഈ ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കോസ്റ്റൽ പോലീസ് കടക്കുന്നത്. ജിൽസി, സിജോ, ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് വളരെ ദുർബലമായ വകുപ്പുകളാണ് തുടങ്ങിയ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജീവനക്കാരെ ചോദ്യം ചെയ്യുക, സ്വാഭാവികമായും ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഒരു കൃത്യമായ നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അത്തരം ശ്രമങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ദുർബലമായ വകുപ്പുകളാണെന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ടോ ഇപ്പോൾ? വലിയ രീതിയിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ അദാനി ബന്ധം വരെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു കേസെടുക്കുന്ന നടപടികളിലേക്കൊക്കെ നീങ്ങിയത് എന്നുള്ള ഒരു വിമർശനം എല്ലാം നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. നിലവിൽ ജാമ്യമുള്ള വകുപ്പുകൾ പ്രകാരം, ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഈ കപ്പൽ കമ്പനിക്കെതിരെ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. അതായത് കപ്പൽ അപകടത്തിൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കൂടി ഇടപെട്ടിട്ടുണ്ട്. അതായത് ഈ സാൽവേജിംഗ് നടപടികൾ, പ്രധാനമായും കപ്പലിൽ നിന്ന് ഇന്ധനച്ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ടെയ്നറുകൾ പുറത്തേക്ക് കടലിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തീരപ്രദേശങ്ങളിൽ അടിയുകയും ചെയ്തിട്ടുണ്ട്. ഈ പാരിസ്ഥിതിക പ്രത്യേകതകൾ, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കൂടി കണക്കിലെടുത്ത് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്ന് ഈടാക്കണമെന്നുള്ളൊരു ആവശ്യവും നേരത്തെ തന്നെ വരികയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ അത് നീക്കം ചെയ്യുന്നതിനകത്ത് കാലതാമസം എടുക്കുന്നു, തുടർ നടപടികൾ വൈകി എന്നുള്ള ഒരു വിലയിരുത്തലാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട MSC എൽസ-3 കമ്പനിക്ക് ഈ കപ്പലുമായി ബന്ധപ്പെട്ട നടപടികൾ വൈകുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി കമ്പനിക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേന്ദ്രത്തിൽ നിന്നുള്ള നടപടികൾ കൂടി MSC എൽസ-3 കമ്പനി ഉടമകൾക്കെതിരെ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് സംസ്ഥാനത്തും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ് സിജോ നൽകിയത്.